സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ശേഷവും ഇടിവ്. പവന് 520 രൂപയും ഗ്രാമിന് 65 രൂപയും കുറഞ്ഞു. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണത്തിന് നേരിട്ട വിലയിടിവാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും രണ്ടാം തവണ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് രാവിലെ കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 14,200 രൂപയും പവന് 1,13,600 രൂപയിലുമാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം ആരംഭിച്ചത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില ഇടിഞ്ഞു. ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 14,135 രൂപയായിട്ടുണ്ട്. ഇതോടെ പവന് 520 രൂപ കുറഞ്ഞ് 1,13,080 രൂപയിലാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണത്തിന് നേരിട്ട വിലയിടിവാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. സമാനമായി 18 കാരറ്റ് 14 കാരറ്റ് സ്വർണ്ണത്തിന്റെയും വില കുറഞ്ഞിട്ടുണ്ട്. ആഭരണ വിപണിയിൽ വെള്ളിയുടെ നിരക്കിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണം ഔൺസിന് $4,918 താഴ്ന്നതാണ് കേരളത്തിൽ വില വീണ്ടും കുറയുന്നതിന് കാരണമായത്. ഡോളർ സൂചിക കരുത്തുകാട്ടുന്നതും സ്വർണ്ണ ഉപഭോക്താക്കൾക്ക് ഗുണം ചെയ്യും. രാജ്യാന്തര സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിത നിക്ഷേപമായ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് ഉയരുകയും വില വർദ്ധിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. US, റഷ്യ, ഇറാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ പരസ്പരം ഇടഞ്ഞു നിന്നിരുന്നതായിരുന്നു നേരത്തെ റെക്കോർഡ് ഉയരത്തിലേക്ക് സ്വർണം കുതിക്കാൻ കാരണമായത്. എന്നാൽ US-ഉം ഇസ്രയേലും ഇറാനും തമ്മിൽ രമ്യതയിലേക്ക് എത്തുന്നത് സ്വർണത്തിന് ഗുണം ചെയ്യും. റഷ്യയും ട്രംപും തമ്മിലുള്ള ഭിന്നതകൾ രൂക്ഷമായിരുന്നുവെങ്കിലും ഇതും ഒരു വശത്ത് പരിഹരിക്കപ്പെടുന്നതായാണ് വിവരം. ഇരു രാജ്യങ്ങളും തമ്മിൽ വൈകാതെ പുതിയ വ്യാപാര കരാറിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട്. വിവിധ കാരണങ്ങളാൽ US ഡോളറും കരുത്താർജിക്കുന്നുണ്ട്. ഇതും സ്വർണത്തെ താഴോട്ടിറക്കുന്ന ഘടകമാണ്. അതേസമയം ഇന്നൊരു പവൻ 22 കാരറ്റ് സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 5% പണിക്കൂലി, സ്വർണത്തിനും പണിക്കൂലിക്കും 3% GST, ഹോൾമാർക്കിംഗ് ചാർജായ 45 രൂപ, ഇതിന്മേലുള്ള 18% GST എന്നിവയും ചേർത്ത് 1.5 ലക്ഷം രൂപയെങ്കിലും നൽകേണ്ടി വരും. ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും മാറ്റം വരും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.